ഒരു കാട്ടവരാധം എന്ന് തന്നെ പറയാം. മൂഞ്ചി ഇന്റർനാഷണൽ ഊക്ക്. എന്റെ പൊന്നെ പടം നിങ്ങൾ കയറി കാണാം. ഒരു സാരി എടുത്തുകൊണ്ടൊക്കെ ഉള്ള ഫൈറ്റ് കൊള്ളില്ലടാ, ഒരു വകയ്ക്ക് കൊള്ളില്ല. പൊന്നെ കേട്ടാ പോട്ടാ. സീരിയല് മൊത്തം സീരിയല്, അവസാനമൊക്കെ സീരിയല്. കഥയൊക്കെ വിട്ടുപോയി അവസാനം. വേസ്റ്റ് ബ്രോ. കുഴപ്പമില്ലായിരുന്നു. മോഹനാണ് വിഷയം. പറയത്തില്ലടാ. ക്ലൈമാക്സ് ഒക്കെ ഒരുമാതിരി സെൻറ്റി ആക്കി കളഞ്ഞു. ആക്ഷനൊക്കെ ഉണ്ട്, കൊള്ളാം. പാട്ടും കുഴപ്പമില്ല. ഷോക്കാണ്, ആവറേജ്. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. സുഖമില്ലായിരുന്നു പടം മൊത്തത്തില്. ഫാഫയ്ക്ക് മാത്രമേ അതിൽ ചെറിയ കയറ്റി രസമുള്ളൂ. റാഷ്മികൊക്കെ ബോറാണ് സത്യം, കൊള്ളത്തില്ല. മൂവി സൂപ്പർ മൂവി ഈസ് നൈസ്. ബ്ലോക്ക് ബസ്റ്റർ തീരെ കൊള്ളില്ല. ശോകം എന്ന് പറഞ്ഞാൽ പൻ ശോകം. ഫാമിലി സെൻറ്റിമെൻറ്റ് മാത്രം. പുഷ്പ എന്നുള്ള ഒരു ഫീലിങ്സ് ഒന്നുമില്ല. കാരണം ആ ഒരു സ്റ്റണ്ടും കാര്യങ്ങളും, ആ ഒരു നമ്മളൊരു സ്ട്രാറ്റജി ഒന്നുമില്ല ഇതിൻ്റെ. കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കുറച്ചുകൂടെ നന്നായിട്ട്, വിച്ച് മീൻസ് ഒന്ന് ഇഷ്ടമാണ്, ഒരു പടി മുകളിൽ തന്നെയാണ്. ബട്ട് ചില സ്ഥലങ്ങളിൽ കുറച്ച് ക്രിഞ്ചും കാര്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വേറെ പ്രോബ്ലം ഒന്നും എനിക്ക് തോന്നില്ല. നല്ല മൂവി. തേർഡ് ഇതിനെക്കാട് സൂപ്പർ ആണെന്ന് വിചാരിക്കണം. കുറച്ച് ക്രിഞ്ചുണ്ട്, ബാളയ ആ ഒരു റേഞ്ചുണ്ട്. ഇല്ലല്ല, ആ ഒരു ആക്ഷൻ സീക്വൻസ് ആ റേഞ്ചുണ്ട്. നല്ല പടമാണ്, നല്ല കൊള്ളില്ല. വാച്ചബിൾ. ഇതേറുള്ളവർ എങ്ങനെയെങ്കിലും കൊള്ളാം. അതിനുശേഷം എന്തോന്ന് അവരാതെ എടുത്ത് വെച്ചേക്കണം. കൊള്ളില്ലടാ, ഒരു വകയ്ക്ക് കൊള്ളില്ല. ഫസ്റ്റിന്റെ പകുതിക്ക് പോലും ഇല്ല. ഇന്റർവ്യൂലൊരു അല്പമെങ്കിലും കൊള്ളായിരുന്നു. ഇന്റർവ്യൂലേഷൻ ഇത് കുടുംബ പടം എടുത്ത് വെച്ചേക്കണം. പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂലേഷൻ ഫുള്ള് പദം, കാശിന് കൊള്ളില്ല. കൊള്ളായിരുന്നു. ഒരു ഇമോഷണൽ കണക്ട് വേണ്ടായിരുന്നു. നല്ലൊരു മാസ് മസാല മൂവി. ആഫ്റ്റർ ലോങ് ടൈം കണ്ടതൊരു ഫീല്. നല്ല മൂവി കേട്ടോ. അതുമായിട്ട് അങ്ങനെയൊന്നുമില്ല. നോർമലി ഈ മാസം പടമാണ്, കുറച്ച് കുഴപ്പമില്ലാത്തൊരു പടം. സൂപ്പറായിരുന്നു പടം. രണ്ടുപേരും ഫഹദ് ഫാസിൽ അല്ലു അർജുനും എല്ലാം സൂപ്പറായിരുന്നു. കൊള്ളാം കേട്ടോ. നിങ്ങൾ കാണണം കേട്ടോ, എല്ലാവരും കയറി കാണണം. ഒപ്പോ എൻ്റെ പൊന്നെ അവരാധം. ഫഹദ് ഫാസിലൊക്കെ വേറെ വല്ല ഫഹദ് ഫാസിൽ വെറുതെ അല്ല ഇതിൻ്റെയൊക്കെ പ്രൊമോഷന് പോകാത്തത്. എൻ്റെ പൊന്നെ പടം നിങ്ങൾ കയറി കാണാം. ഒരു സാരി എടുത്തുകൊണ്ടൊക്കെ ഉള്ള ഫൈറ്റ് അല്ലു അർജുൻ. നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ വന്ന പടം രാവിലെ ഉറക്കമൊഴിച്ച് വന്ന് കയറിയിട്ട് ഇതുപോലത്തെ ഒരു മൂഞ്ചിയ പടമായി പോയാലും സത്യം കങ്കുവയ്ക്ക് ഒരു എതിരാളിയായിരിക്കും ഇത്. സത്യം കങ്കുവ സത്യം പറഞ്ഞാൽ ഇതിന് മുകളിലാണെന്ന് തോന്നുന്നു ഈ പടം കണ്ടിട്ട്. പ്രതീക്ഷ കൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്കറിയുണ്ട്. എനിക്ക് സത്യം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. ആരെങ്കിലും നിങ്ങൾ കണ്ടോ പടം? കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. കൊള്ളത്തില്ലേട്ടാ, അത്ര പടം കുഴപ്പമില്ല. വേസ്റ്റ് ബ്രോ. കൊള്ളാം പടം കൊള്ളാം. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ അത്രയല്ല. ചില ഭാഗങ്ങൾ നമ്മളെ ലാഗ് അടിപ്പിച്ച് നന്നായിട്ട്. അല്ലാതെ വിഷ്വലിൻ്റെ ഒരു ട്രീറ്റ് തന്നെയാണ് പുഷ്പ 2. താങ്ക് യു. നല്ല പടമാണ്, കണ്ടിരിക്കാം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ നല്ലൊരു സംഭവം തരുന്നുണ്ട്, ഒരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്. നോട്ട് സോ ഗുഡ്. നല്ല ലാഗുള്ള സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു. സെക്കൻഡ് ഹാഫ് വീണ്ടും കുഴപ്പമില്ല. ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ബോറാണ്. വേറെ ലെവൽ. ഇത് സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഉറങ്ങുമായിരുന്നു. കുറെ ക്രിഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം കൂളായിരുന്നു. നല്ല ബോറായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. ഇറ്റ് വാസ് വെരി ഗുഡ്. പക്ഷെ പുള്ളിക്കാരൻ്റെ എക്സിറ്റ് കുറച്ച് നനഞ്ഞു പോയ എക്സിറ്റ് ആയി പോയി. നല്ല പോയായിരുന്നു. മൂഞ്ചി പടം. ഇന്റർനാഷണൽ ഊക്ക് ഊമ്പിയ പടം. പൊന്നെ കേട്ടാ പോട്ടാ. പടം ആവറേജ്. കൊള്ളാം. രാജുവേട്ടൻ നാഷണൽ അവാർഡ് പോയി. ആടുജീവിതത്തിൽ രാജുവേട്ടൻ നാഷണൽ അവാർഡ് പോയി. ഇത്തവണ രശ്മിയൊക്കെ തൂക്കും. കുഴപ്പമില്ല. കണ്ടിരിക്കുക. അടിപൊളി. ഫയറാണ് സെറ്റ്. അടിപൊളി സിനിമ. നല്ല നാഷണൽ അവാർഡ് അടുത്ത് അല്ലു അർജുന് കിട്ടും. നല്ല അഭിനയമുണ്ട്. ഡാൻസ് ഒക്കെ അടിപൊളിയാണ്. 1 പാർട്ടിനെ കണ്ടി 2 പാർട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി 3 വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. പുഷ്പ ഇന്റർനാഷണൽ നല്ല കുഴപ്പമില്ലായിരുന്നു. മോഹനാണ് വിഷയം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നപ്പി, ഇതിനേക്കാളും ഭേദം മിണ്ടാതിരിക്കണേ എന്നെ. കുഴപ്പമില്ല, ബിലോ ആവറേജ് ആണ്. കടിച്ച് തിന്നണത് കാണാൻ പറ്റി. സാരി കൊടുത്തത് സൂപ്പർ മാസ്, മാരകം, കിടിലം, ഒന്നും പറയാനില്ല. ഉറക്കം പോയത് മാത്രം മിച്ച സത്യം. കൊള്ളത്തില്ല ബ്രോ, കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കണ്ടില്ല, ഉറങ്ങിയിരുന്നു, ഉറക്കുമായിരുന്നു. ഒന്നുമില്ല അഭിനയം ഒന്നുമില്ല. ആവറേജ്, ബിലോ ആവറേജ്. പിന്നെ ഫൈറ്റിംഗ് ഒക്കെ വൻ മോശമായി പോയി. കാരണം വെച്ചാൽ കയ്യും കാലും കെട്ടിയിട്ട് കടിച്ചൊക്കെയാണ് തിന്നണത്. അത്രേ പറയാവുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. കൊള്ളാം, നല്ല പടമായിരുന്നു. അടിപൊളി ഫാൻസിന് ഒരു സെക്കൻഡ് ഹാഫ് അടിപൊളി. കൊള്ളത്തില്ല. കൊള്ളാം. പോരാ. അടിപൊളിയായിരുന്നു. കൊള്ളാം. ഒരു വഴിക്ക് കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ കണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളായിരിക്കും. ഒരുമാതിരി സീരിയൽ കണക്കാക്കിപ്പോയി. ഒരു വകി കൊള്ളത്തില്ല. എന്തൊക്കെയോ ഒരു കഥ എഴുതണമെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടി എഴുതി വെച്ചാ വേണ്ട. ഒരു ആവശ്യമില്ല വന്ന് കാണാൻ. കൊള്ളത്തില്ല. അല്ലു അർജുൻ ഒരുമാതിരി സ്പൂഫ് കണക്കാക്കിപ്പോയി. കൊള്ളത്തില്ല, അത്രേ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. പടം കോമഡി ആയിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ കോമഡിയാ. ഒരുമാതിരി സ്പൈഡർമാൻ ആക്കി കളഞ്ഞു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും ഒരു ഫൈറ്റ് സീനുണ്ട്, അതൊക്കെ കാണാൻ ചിരിച്ചു. അതിനേം കാട്ടി മോശം. ഒരു വഴിക്ക് കൊള്ളത്തില്ല. പക്ഷെ ഫഹദ് ഫാസിലിനെ ഒരുമാതിരി വല്ലാണ്ടായി കളിയാക്കി വിട്ടു, അങ്ങനെ പറയാം. ഫഹദ് ഫാസിനെ മാത്രം കണ്ടിരിക്കാം. ബാക്കിയെല്ലാം ഒരുമാതിരി സീരിയൽ വൈബാക്കി കളഞ്ഞു. രശ്മികൊക്കെ കണ്ണീരൊക്കെ ഒലിച്ച്. സീരിയലാട്ടോ, സീരിയലാ.
ചന്ദനമഴയായി കളഞ്ഞ് തുടങ്ങിയിട്ട് ചന്ദനമഴയിൽ അങ്ങോട്ട് അവസാനിപ്പിച്ച സിനിമ. സീരിയല് മൊത്തം സീരിയല്, അവസാനമൊക്കെ സീരിയല്. കഥയൊക്കെ വിട്ടുപോയി അവസാനം. അൺസഹിക്കബിൾ, സഹിക്കാനേ പറ്റൂല. ഒരിടത്ത് തുടങ്ങി വേറെ എവിടെയോ പോയി തീർന്നു. ക്ലൈമാക്സ് ഒക്കെ ഒരു കണക്ഷൻ ഇല്ലാതെ ക്ലൈമാക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പടം എനിക്ക് എന്തിനാ എടുത്തെന്ന് പോലെ അറിഞ്ഞു, വണ്ണിൽ അങ്ങ് നിർത്തായിരുന്നു. ഇൻട്രോയും അവസാനം നമ്മൾ യാതൊരു ബന്ധവും ഇല്ല. തേർഡ് ഇറങ്ങുന്നുണ്ട്. ഒരു ആവശ്യമില്ല. ഇതിൽ നിർത്തില്ലെങ്കിൽ സമാധാനമായിരുന്നു. ഇത് തേർഡ് കോളേജ് ഉണ്ട്, എന്നിട്ട് ഫാൻസോ എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പിൽ വന്നയാ. എന്തിനാന്ന് അറിഞ്ഞൂടാ, വെറുതെ ഉറക്കം കളഞ്ഞ് കൊള്ളത്തില്ല. ഒരു ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയും. അപരാധം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഒരു കാട്ടപരാധം എന്ന് തന്നെ പറയാം. തീരെ സഹിച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിൽ മാത്രമാണ്. രശ്മിയൊക്കെ എടുത്ത് തോട്ടിക്കളയാൻ തോന്നുന്നു. ഒട്ടും പോരാ, കണ്ടിരിക്കാൻ പറ്റൂല.